അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം പരമാവധി ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇബാദത്തുകൾ എടുക്കുന്ന ആളുകളാണ്, ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വതക്ക നൽകുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ എന്തിനാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അതെ, നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം, അവൻ്റെ ഇഷ്ടം നമ്മൾ സമ്പാദിക്കണം, അല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം, സ്വർഗത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു കിട്ടേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ അതിനു വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലു സ്വാലിഹാത്തുകളും സ്വതക്കുകളുമൊക്കെ അള്ളാഹുവിങ്കൽ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ആ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള അമലുകളും പ്രതിഫലങ്ങളുമൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ? അതാണ് ചോദ്യം. അതെ, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടാവും, അല്ലേ? നമ്മൾ സഹായിച്ചത്, ധാരാളമായി പണം ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, സ്വതക്ക കൊടുത്തതുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ രാവും പകലും നിന്ന് നമസ്കരിച്ചതും നോമ്പെടുത്തതുമായിട്ടുള്ള, അല്ലേ, നമ്മൾ അനുഷ്ഠിച്ച ത്യാഗത്തിൻ്റെ ഫലമായി കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയേറെയാണ് നമ്മളെ ജീവിതത്തിൽ തഖ്വയില്ലെങ്കിൽ. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മതാബോധം എന്നാണ്. അപ്പോൾ സൂക്ഷ്മതാബോധം ഏതൊക്കെ മേഖലയിൽ വേണം? ജീവിതത്തിലുടനീളം സൂക്ഷ്മതാബോധം വേണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ ഒക്കെ സൂക്ഷ്മതാബോധം, തഖ്വ ഉണ്ടാവണം എന്നുള്ളതാണ്. തഖ്വ ഇല്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ നമുക്ക് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ സംസാരം, അത് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നതാണ്. പക്ഷേ ആ സംസാരത്തിലൂടെ അന്യൻ്റെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും, അതുപോലെ തന്നെ മറ്റുള്ളവനെ കുത്തിപ്പറയുന്നതും, അതുപോലെ തന്നെ പരദൂഷണവും ഏഷണിയും പറയുന്നതുമൊക്കെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവനെ നമ്മൾ ഉപദ്രവിക്കുന്നതും, മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിക്കുന്നതും, അവനറിയാതെ അവനെ വഞ്ചിക്കുന്നതുമൊക്കെ നമ്മുടെ അമലുകൾക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയേറെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ച് വെച്ച നമ്മുടെ സമ്പാദ്യങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾ പ്രവാചകൻ്റെ ഒരു ആയത്തിൻ്റെ ഒരു സാരാംശം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഹദീസിൻ്റെ ഒരു സാരാംശം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മുഫ്ലിസ് എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അത്തദറൂനൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസ് ആരാന്നറിയുമോ? അപ്പോൾ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നുണ്ട്, അൽ മുഫ്ലിസു ഫീന മല്ല ദിർഹം വ ദീനാർ, ഞങ്ങളിൽ ദീനാറോ ദിർഹമോ ഒന്നും ഇല്ലാത്തവരെയാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത് എന്ന് പ്രവാചകനോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി, എന്നാൽ എൻ്റെ സമൂഹത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവനൊന്നുമല്ല, മറിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരാളെ കൊണ്ടുവരും, ഒരു വിശ്വാസിയെ കൊണ്ടുവരും. എന്താണ് അവൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ?
അതെ, അവന് അവൻ്റെ നമസ്കാരത്തോടു കൂടിയാണ് അവൻ വരിക. അതുപോലെ തന്നെ അവൻ സകാത്തുമായി കൊണ്ടാണ് വരിക. അതുപോലെ തന്നെ അവൻ ചെയ്തിട്ടുള്ള അവൻ സൽക്കർമ്മങ്ങളുമായി സ്വതക്കുകളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ അവൻ്റെ ഈ സൽക്കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തി പ്രതിഫലം കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ്റെ കൈകൾ കൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും സംസാരം കൊണ്ടുമൊക്കെ നാവ് കൊണ്ടുമൊക്കെ മറ്റുള്ളവനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. വഖദ് ശതമഹാദ എന്നൊക്കെ പറയുന്നുണ്ട് ഹദീസിൽ. അതിൻ്റെ വിശദീകരണത്തിലേക്കും കടക്കുന്നില്ല. അതിൻ്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ ലഫ്ലായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഹദീസിൽ പറയുന്നത് അവൻ ഒരാളെ അടിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവനൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുപോലെ രക്തം ചിന്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവൻ ഏഷണി പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അന്യായമായി സമ്പാദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി വരുമ്പോൾ ഇവൻ ആരോടൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിന് പകരമായിക്കൊണ്ട് ഇവൻ ചെയ്ത ഇവൻ്റെ പ്രവർത്തനങ്ങൾ, ഇവൻ്റെ അമലുകളൊക്കെ, സ്വാലിഹാത്തുകളൊക്കെ മറ്റുള്ളവന് കൈമാറും എന്നുള്ളതാണ്. മറ്റുള്ളവന് കൈമാറും. ഇങ്ങനെ ഇവൻ്റെ അമലുകൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ഇവൻ്റെ അക്കൗണ്ട് 0 ബാലൻസ് ആവും. നേരത്തെ സമ്പാദിച്ച അവൻ്റെ സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് ആ സമ്പാദ്യത്തിലൂടെ നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ഇവൻ ചെയ്ത പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ തിന്മകൾ ഇവനിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അങ്ങനെ ത്വരിഹത്ത് ഫിന്നാർ, അവനെ നരകത്തീയിലേക്ക് വലിച്ചെറിയുമെന്നാണ് പറയുന്നത്. ഈ മുഫ്ലിസ്ലീങ്ങളിൽ നമ്മൾ വിശ്വാസികൾ ഒരിക്കലും ആകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളിലൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരു സദസ്സിൽ ഇടപഴകുമ്പോൾ, അതുപോലെ തന്നെ അയൽവാസികളുടെ ബന്ധത്തിൽ, അതുപോലെ കുടുംബ ബന്ധത്തിൽ, സഹപ്രവർത്തകരുമായി തമ്മിലുള്ള ബന്ധത്തിലൊക്കെ പലപ്പോഴും നമ്മളിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അസൂയ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ജീവിതത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ദൃഢമായി നിർത്തിക്കൊണ്ട് ലക്ഷ്യം പരലോകത്ത് നരകമോചനവും സ്വർഗവുമാണെന്ന ചിന്തയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായി നല്ല മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.